പായിപ്പാടൻ നമ്പർ 1 വള്ളത്തിൽ മത്സരിക്കുന്നത് ടോണി വർക്കിച്ചന്റെ നേതൃത്വത്തിൽ പൊന്നപ്പൻ MAയുടെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ കുമരകം ടൗൺ. വാശിയേറിയ ഒരു പോരാട്ടം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഈ പോരാട്ടം വളരെ മനോഹരമായ ആവേശോജ്വലമായ ഒരു പോരാട്ടമാണ്. അതിന്റെ വിവരണം ഹരികുമാർ വാലയത്ത് നൽകും. നന്ദി ജോസഫ് തായങ്കരി. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ 4ാമത്തെ ഹീറ്റ്സ് മത്സരം. 1ാമത്തെ ട്രാക്കിലൂടെ സെന്റ് പയസ് 10th, 2ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി, 3ാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 1. 3 വള്ളങ്ങളാണ് ഇക്കുറി. 4ാമത്തെ ട്രാക്കിൽ വള്ളമില്ല. 21 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നതിൽ 4 ട്രാക്കുകളിലൂടെ 4 വള്ളങ്ങൾ വീതം 16 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത 5ാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ 3 ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. സെന്റ് പയസ് 10th മങ്കൊമ്പ് സെന്റ് പയസ് 10th ബോട്ട് ക്ലബിന്റെ അത് ചുണ്ടൻ വള്ളത്തിന്റെ പേരിൽ തന്നെയുള്ള ഒരു തുഴച്ചിൽ സംഘം. നെഹ്റു ട്രോഫി ജലമേള ചരിത്രത്തിൽ 2015 ഫൈനലിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഖ്യാതി പേറുന്ന ഒരു വള്ളമാണ് സെന്റ് പയസ് 10th. കൊല്ലം പ്രസിഡന്റ്സ് ട്രോഫിയിലും സെന്റ് പയസ് 10th ജേതാവായിരുന്നു. സജി വർഗീസ് ക്യാപ്റ്റനും PC കുരുവിള ലീഡിംഗ് ക്യാപ്റ്റനുമായുള്ള ടീം. ജവഹർ തായങ്കരി സുവർണ ജൂബിലി പിന്നിട്ട ഈ ജലകേസരി മാത്രമാണ് പണ്ഡിറ്റ്ജിയുടെ നാമത്തിലുള്ള ഒരേ ഒരു ചുണ്ടൻ വള്ളം. ജലയാനങ്ങളുടെ പെരുന്തച്ഛൻ കോവിൽമുക്ക് നാരായണൻ ആചാര്യ നിർമ്മിച്ച് 1973 ജൂലൈ 30 നീരണിഞ്ഞ ചരിത്രമുള്ള വള്ളം. 1977, 78, 85, 2010, 2015 കിരീടം കരസ്ഥമാക്കിയ ചുണ്ടൻ വള്ളം. 14 തവണ 2ാം സ്ഥാനത്തെത്തിയ മികവും ജവഹർ തായങ്കരിക്ക് സ്വന്തം. കേരളത്തിലെ മറ്റ് പല മത്സരങ്ങളിലും ഹാട്രിക്കുകളുടെ വിജയകിരീടം നിരവധി തവണ അണിഞ്ഞ ജലരാജൻ 51.25 കോൽ നീളം, അതായത് 36.9 മീറ്റർ നീളമുള്ള ചുണ്ടൻ വള്ളം. 51 അങ്കുല ഉടമ, അതായത് 1 മീറ്റർ 53.53 മീറ്റർ അങ്കുലം മീറ്ററുള്ള മെട്രിക് അളവുള്ള ഒരു വള്ളം. 81 തുഴക്കാരും 7 നിലക്കാരും 5 അമരക്കാരുമായി 205 ഓഹരി ഉടമകളുടെ മാനസ സങ്കല്പമായി ജവഹർ തായങ്കരി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പായിപ്പാടൻ നമ്പർ 1 അച്ചൻകോവിലാറിന്റെ തീരത്തെ പായിപ്പാട് കരക്കാരുടെ ചുണ്ടൻ വള്ളം പെരുമയുള്ള ജലരാജനാണ്. ഹാട്രിക്കുകളുടെ ചരിത്രമുള്ള പഴയ പായിപ്പാടൻ വള്ളത്തിന് പിൻഗാമിയായി 2024 നീറ്റിലിറക്കിയ പുത്തൻ വള്ളത്തിന് കരക്കാർ പേരിട്ടു പായിപ്പാടൻ 1 എന്ന പേര്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ KTBC കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിൽ ഇക്കുറി വിജയ തിലകമണിയാനുള്ള തയ്യാറെടുപ്പിലാണ് പായിപ്പാടൻ നമ്പർ 1-ൽ. 17 സെക്കൻഡ് സമയം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ പായിപ്പാടൻ ഹീറ്റ്സിൽ വേഗക്കളിയിലൂടെ 4 മിനിറ്റ് 17 സെക്കൻഡ് സമയം കുറിച്ച് ഒളിമ്പ്യൻ എന്ന വിശേഷണം ഒരു കാലത്ത് നേടിയ വള്ളമാണ്. ടോണി വർക്കിച്ചൻ ക്യാപ്റ്റനും MA പൊന്നപ്പൻ ലീഡിംഗ് ക്യാപ്റ്റനുമായുള്ള വള്ളം. ഒരു വ്യാഴവട്ടക്കാലമാകുന്നു കുമരകത്തേക്ക് നെഹ്റു ട്രോഫിയുടെ വെള്ളിക്കപ്പ് ചെന്നിട്ട്. അങ്ങനെ ഇക്കുറി വെള്ളിച്ചുണ്ടനെ അവിടെ എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ബണ്ട് കടന്ന് കുമരകംകാർ ആലപ്പുഴയിലെ പുന്നമടയിലെ നെട്ടായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സെന്റ് പയസ് 10th ജവഹർ തായങ്കരിയും പായിപ്പാടനും തമ്മിലുള്ള ഒരു മത്സരമാണ്. പക്ഷേ ഇവിടെ വിശേഷിപ്പിക്കുന്നത് പോലെ വള്ളപ്പാടിന് പിന്നിൽ വള്ളമില്ല. ഇപ്പോൾ കാണുന്ന ചുണ്ടൻ വള്ളത്തിന് തൊട്ട് പിന്നിലായി ഒരു വള്ളം പോലും കാണുന്നില്ല. ഈ ഫ്രെയിമിൽ ആ ട്രാക്കിലൂടെ ഒരേ ഒരു ചുണ്ടൻ വള്ളം മാത്രമാണ് പോകുന്നത്. ഇതാണ് ശരിയായി വള്ളപ്പാടിന് പിന്നിൽ എന്ന് പറയുന്നത്. മത്സരവേദിയിൽ ആവേശത്തോടു കൂടി തുഴയുമ്പോൾ ടൗൺ ബോട്ട് ക്ലബ്ബ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന പായിപ്പാടൻ നമ്പർ 1-ൽ. അവരാഗ്രഹിക്കുന്ന പോലെ ഒരു വേഗത്തുഴച്ചിലാണ് ഇപ്പോൾ അവർ കാഴ്ചവെക്കുന്നത്. മറ്റ് 2 വള്ളങ്ങൾ സെന്റ് പയസ് 10th ജവഹർ തായങ്കരിയും തൊട്ടു പിന്നാലെ ഉണ്ട്. ഒപ്പത്തിനൊപ്പം പിടിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. പക്ഷേ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ആ കുത്തിത്തുഴച്ചിലുകാരോട്, ആ വേഗത്തുഴച്ചിൽക്കാരോട് ഈ കിടനിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പായിപ്പാടൻ നമ്പർ 1 ടോണി വർക്കിച്ചനും ക്യാപ്റ്റനായുള്ള ടോണി വർക്കിച്ചനും ലീഡിംഗ് ക്യാപ്റ്റനായി പൊന്നപ്പൻ MA പൊന്നപ്പനും അഭിമാനിക്കാൻ കഴിയും. ഇക്കുറി വളരെ മുന്നേറ്റം കഴിച്ച് പായിപ്പാടൻ നമ്പർ 1 എത്തിയിരിക്കുമ്പോൾ സെന്റ് പയസ് 10th ജവഹർ തായങ്കരിയും തൊട്ട് പിന്നാലെയുണ്ട്. പായിപ്പാട് നമ്പർ 1 വളരെ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. അച്ചായൻസ് എന്നാണ് ആ പേരിന് അവരിട്ടിരിക്കുന്ന പേര് തന്നെ. ഒരു ഓമന പേരിട്ടാണ് ഇക്കുറി പായിപ്പാടൻ നമ്പർ 1-നെ കൊണ്ടുവന്നിരിക്കുന്നത്. വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് ജവഹർ തായങ്കരിയെയും സെന്റ് പയസ് 10th-നെയും വള്ളപ്പാടുകൾക്ക് പിന്നിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം. എന്തുകൊണ്ടെന്നറിയില്ല, 5ാമത്തെ ഹീറ്റ്സിൽ ഈ വള്ളങ്ങളെല്ലാം വള്ളപ്പാടുകൾക്കാണ് ഫിനിഷ് ചെയ്യുന്നത്. അതൊരു പ്രത്യേക രീതിയായി തോന്നുന്നു. കാരണം ഉഗ്രമായ പേരുകളുള്ള ജവഹർ തായങ്കരിക്കും സെന്റ് പയസ് 10th-നുമൊക്കെ എന്ത് പറ്റി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. പായിപ്പാടൻ നമ്പർ 1 വളരെ മുന്നേ